ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് ശേഷം സുഖമായിരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, BBC-യുടെ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്. വാട്ട്സ് ലൈക്ലി ടു ബി ആൻ ലേബേഴ്സ് ഇമിഗ്രേഷൻ ക്രാക്ക് ഡൗൺ. നമ്മുടെ വരാൻ പോകുന്ന വൈറ്റ് പേപ്പേഴ്സിനെ കുറിച്ച് ഏകദേശം ഒരു ചെറിയൊരു ധാരണ നമുക്ക് BBC ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ഹോം സെക്രട്ടറി കൂപ്പർ ഈസ് പ്രിപ്പയറിംഗ് ടു അൺവെയിൽ ദ ഫ്രഷ് പ്ലാൻ ടു റെഡ്യൂസ് UK net migration, which last year stood at 7,28,000. സോ നെറ്റ് മൈഗ്രേഷൻ വൻ തോതിൽ വർദ്ധിക്കുന്നത് തന്നെയാണ് കാരണം. സോ അതിന് നമുക്കറിയാമല്ലോ, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് 2 അപ്ഡേറ്റ് ഞാൻ തന്നിട്ടുണ്ട്. ഒന്ന് PR-ന്റെ കാര്യം, ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കാര്യം. സോ കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഇനി ആദ്യമായിട്ടാണ് ഈ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെന്റൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൃഷ്ണത്തിലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കൊടുത്തിരിക്കുക, വരാൻ പോകുന്നവർക്കും കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ കൂടുതൽ വളച്ചു കിട്ടാതെ തന്നെ ന്യൂസിലേക്ക് വേഗം തന്നെ കിടക്കാം. ഒന്ന്, ഈ വരുന്ന ഈ ലേബർ ക്രാക്ക് ഡൗണിനകത്ത് മെയിൻ ഫസ്റ്റത്തെ പോയിന്റ് ആയിട്ട് BBC കൊടുത്തിരിക്കുന്നത് സ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് എംപ്ലോയീസ് വിൽ ഹാവ് ടു ഷോ ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ എ UK സ്കിൽ ബിഫോർ ദേ വിൽ ബി അലൗഡ് ടു ബ്രിങ് ഇൻ വർക്കേഴ്സ് ഫ്രം ഓവർസീസ്. ദ വൈറ്റ് പേപ്പർ ഈസ് എക്സ്പെക്റ്റഡ് ടു സേ. അതായത് ഇത് എന്താ പറയുക, ഒരു സ്പെക്കുലേഷൻ ആയിട്ടോ അല്ലെങ്കിൽ റൂമറായിട്ടോ എന്നല്ല. എനിക്ക് BBC പോലുള്ള കുറേ മാധ്യമങ്ങൾ ഇതിനു മുമ്പും ഇതേപോലുള്ള കാര്യങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് എംപ്ലോയീസിന് നിങ്ങൾ പുറത്തുനിന്ന് ഒരു ഓവർസീസ് വർക്കേഴ്സിന് കൊണ്ടുവരുന്നതിന് മുമ്പ് UKയിലെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ പരിഗണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഏതൊക്കെ മേഖലയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ IT ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടേഴ്സ് ലൈക്ലി ടു ബി ടാർഗറ്റഡ്. അതായത് ഈ IT ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വരുന്നവരെയായിരിക്കും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ആര് നോക്കണമെന്ന് വെച്ചാൽ UK ഇനി പഠിക്കാൻ വരുന്നവർ ഇവിടെ കോഴ്സ് എടുക്കുമ്പോൾ ഇതേപോലെ പച്ച മലയാളത്തിൽ അവർ പുറത്ത് വിടുമ്പോൾ നിങ്ങൾ കോഴ്സ് ഇങ്ങോട്ട് ഇനി ആ കോഴ്സ് എടുക്കണോ, ഇനി ആ കോഴ്സ് എടുത്തുകൊണ്ട് ജോലി കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, കാരണം വേറെ ഓപ്പണായിട്ട് ഇത് വേറെ ആരും പറയാൻ പോകുന്നില്ല, ഞാൻ ഓപ്പണായിട്ട് പറയും. പക്ഷേ മെയിനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മാനിഫെസ്റ്റോ, അതായത് വർഷങ്ങൾ മുമ്പ് ഇവർ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ മാനിഫെസ്റ്റോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു IT ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, ഈ മേഖല ക്രാക്ക് ഡൗൺ ചെയ്യും എന്നായിരുന്നു. ഇപ്പോൾ IT ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വരുന്ന ദിവസങ്ങളിൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് നമുക്ക് അറിയാം എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അതിനകത്ത് കൂടുതൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി വിസ റെസ്ട്രിക്ഷൻസ്, അതായത് വിസ ആപ്ലിക്കേഷൻ ഫ്രം നാഷണാലിറ്റീസ് ജഡ്ജ് മോസ്റ്റ് ലൈക്ലി ടു ഓവർസ്റ്റേ ആൻഡ് ക്ലെയിം അസൈലം ഇൻ ദ UK ആർ ലൈക്ലി ടു ബി റെസ്ട്രിക്റ്റഡ് അണ്ടർ ദ പ്ലാൻ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില നാഷണാലിറ്റീസിനെ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് വർക്ക്, സ്റ്റഡി, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്പർ പാകിസ്ഥാൻ, സെക്കൻഡ് നൈജീരിയ ആൻഡ് തേർഡ് ശ്രീലങ്ക. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങൾ അതും നമ്മുടെ ഈ വരുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്താണ് അറിയുക. ഇപ്പോൾ കറന്റ് നെയിം എടുത്ത് പറഞ്ഞിരിക്കുന്ന 3 കൺട്രികൾ, വേറെ രാജ്യങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ അടുത്ത് പെർമനന്റ് റെസിഡൻസി. നമുക്കെല്ലാവരും UKയിൽ വരുന്നതിന് ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടുത്തെ ടാക്സും പരിപാടികളൊക്കെ അടച്ചു നിന്ന് ഇവിടെ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് 5 വർഷം തികച്ച് ഒരു PR എടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് UKയിൽ വരുന്നത്. എന്നാൽ അതിൽ തന്നെ കത്തി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു അടിയാണ് നമുക്കും. പിന്നെ ഇവർക്ക് അടിയാവോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും ചിന്തിക്കാനായിട്ടോ പറയാനായിട്ടോ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇങ്ങനെയൊക്കെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിള്ളേരെ യങ്സ്റ്റേഴ്സിനെ കൊണ്ട് ഇറക്കാൻ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ അതിനകത്ത് മൈഗ്രൻസ് ഓൾറെഡി ലിവിംഗ് ഇൻ ദ UK ആർ എക്സ്പെക്റ്റഡ് ടു ഹാവ് ടു വെയിറ്റ് ലോങ്ങർ ബിഫോർ ദെൻ ക്യാൻ apply for permanent residency under the proposal. Okay, and at the moment most of the people can apply for indefinite leave to remain if have lived and worked in the UK for 5 years. Okay, this period could be extended to as long as 10 years. So some migrants, according to the report, അതിലും ഒരു ക്ലാരിറ്റി ഇല്ല. സം മൈഗ്രൻസ് ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനികൾ, ഇനി നൈജീരിയൻസ്, അങ്ങനെയുള്ള ആളുകളെയാണോ അതോ ഇനി എല്ലാ രാജ്യക്കാർക്കും ഇത് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഒരുവിധപ്പെട്ടവർക്കൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ 10 ഇയേഴ്സിലേക്ക് ആക്കുവാണെങ്കിൽ 5 ഇയേഴ്സ് തന്നെ ഇങ്ങനെ കടിച്ചു പിടിച്ച് അത് എത്തിക്കുന്നത് എന്നുള്ളത് അത്
ഇപ്പം ആ സന്ദർഭത്തിലൂടെ പോകുന്നവർക്കേ അത് അറിയുള്ളൂ. ഓക്കെ, പിന്നെ ഒന്നും അല്ലാത്തവൻ പിന്നെ ഇവിടെ PR ഇല്ലാത്തതുകൊണ്ട് നാളെ ഇനി ഒരാൾക്ക് ഇങ്ങോട്ട് കയറി വരേണ്ട താല്പര്യം ഉണ്ടാവില്ല, ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഇനി ഇത് PR പകരം വേറെന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരുമോ, സപ്പോർട്ട് ചെയ്യാനും ലോങ് സ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികൾ കൊണ്ടുവരുമോ എന്നുള്ളതെല്ലാം നമുക്ക് ഈ വരുന്ന സമയത്തെ അറിയുള്ളൂ. ഇപ്പോൾ വരയ്ക്കും ഇതൊരു കൺഫർമേഷൻ ആയിട്ടുണ്ട്. PR റെസിഡൻസി റൂൾസ് ചേഞ്ച് ആവാനുള്ളത്. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത റൂളായിരുന്നു. കാരണം കൺസർവേറ്റീവ് പാർട്ടി ഒരു പ്രപ്പോസലായിട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മൾ മാക്സിമം വിചാരിച്ചത് ഇത് വരില്ല എന്നായിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് സാഹചര്യത്തിനനുസരിച്ച് മാറുന്നു. കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടു. അതായത് കമന്റ് എഴുത്ത് തൊഴിലാളി പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പണ്ട് പറഞ്ഞത് ഈ നിയമങ്ങളൊന്നും വരില്ല എന്നാണല്ലോ എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് എഴുത്ത് തൊഴിലാളിക്ക് എനിക്ക് അറിയില്ല അവൻ എത്രത്തോളം ഈ ലോക വിവരങ്ങൾ ഉണ്ട് എന്നുള്ളത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ രാജ്യങ്ങളുടെ സന്ദർഭങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇലക്ഷനാണ് മുഖ്യം, രാജ്യഭരണമാണ് അവരുടെ മെയിൻ മുഖ്യം. ഈ കാര്യങ്ങൾ അവർക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവർ പറഞ്ഞതിൽ വിട്ടുവീഴ്ച ചെയ്യും, മാറ്റും. അത് ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ അവരുടെ പ്രസ്താവനകൾ വന്നിട്ടുണ്ടാവണം. ഓക്കെ, ഒരു കാരണവശാലും ഞാൻ ലേബർ പാർട്ടിനെ കുറിച്ച് അങ്ങനെ ഒരു നല്ലൊരു കാര്യം പറയാൻ ചാൻസ് ഇല്ല, കുറച്ച് ചാൻസ് കുറവാണ്. എങ്കിലും പലരും ഇങ്ങനെ റൂമേഴ്സ് അടിച്ച് കമൻ്റ് ആണല്ലോ, ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ ചില അലവലാദികൾ വരും. സോ നമുക്ക് അത് സംഭവം ഇത്രയേ ഉള്ളൂ. അപ്ഡേറ്റ് ആയിരിക്കുക, അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ PR റൂളിൽ ചേഞ്ചസ് കാതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മളത് എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമായിരുന്നു. ലേബർ പാർട്ടി കൊണ്ടുവരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്കെല്ലാം അറിയാമല്ലോ. റിഫോം പാർട്ടിയെ നല്ല രീതിയിൽ അങ്ങോട്ട് കയറ്റി ആളുകൾ കൊണ്ടുപോവാണ്. നല്ല ഭൂരിപക്ഷത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ലേബർ പാർട്ടി അമ്പേ പൊട്ടി പാളീസാവും. ഇനി റിഫോം വരുവാണെങ്കിൽ, ഇനി അത് പറയുന്ന റിഫോം വരുവാണെങ്കിലും ഇതേപോലുള്ള കടുത്ത നിയമങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് എന്താണ്, എങ്ങനെയാണ്, അതൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. സോ ആ സമയത്ത് വരുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും? ആ സമയത്ത് വരുന്ന കാര്യം നമ്മളിപ്പോൾ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യില്ലേ? എനിവേ കുഴപ്പമില്ല. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ് കേട്ടോ. The white paper is thought like to include the together English language requirement for immigrants. അതായത് but the Home Office has denied the report that the test for a work visa applicant will be raised to equivalent of English as a foreign language A ലെവലിലേക്ക് ഉയർത്തുമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ റീസെൻ്റ്ലി ഹോം ഓഫീസ് പുതിയ കുറേ ഇംഗ്ലീഷ് ടെസ്റ്റുകളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി അപ്ഡേറ്റഡ്. ഇപ്പം നമുക്കറിയാം GCSE ലെവലിൽ, അതായത് +2 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ UK ഇറക്കി വെച്ച എല്ലാവർക്കും വർക്ക് വിസയിൽ കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിപ്പോൾ കുറച്ചും കൂടി ടെസ്റ്റ് വരുമായിരിക്കും. അത് കാര്യമില്ല, പഠിച്ചാൽ മതി. ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയണം. തീർച്ചയായിട്ടും UK പോലുള്ള രാജ്യത്തിൽ ജീവിക്കുമ്പോൾ ലാംഗ്വേജ് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനും അല്ലേ. സോ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് കൂട്ടും സ്വാഭാവികമായിട്ട്. അതുപോലെ ഇന്റർനാഷണൽ കെയർ വർക്കേഴ്സ് മറ്റേ പോയിന്റതാണ്. ദ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഈസ് ഓൾസോ എക്സ്പെക്റ്റഡ് ടു ഹൈലൈറ്റ് ന്യൂ റൂൾ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ലാസ്റ്റ് മന്ത് ഓൺ ദ റിക്രൂട്ട്മെന്റ് ഓഫ് ഇന്റർനാഷണൽ കെയർ വർക്കേഴ്സ്. സോ അത് ഓൾറെഡി വന്ന കാര്യമാണ്. ഇന്റർനാഷണൽ കെയർ വർക്കേഴ്സിന് സാലറി ഹൈക്ക് ഉണ്ടായിരിക്കുന്നു. പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് കൺസിഡറേഷൻ, അത് ഇവിടെ ജോലി പോയ ആൾക്കാർക്ക് ഫസ്റ്റ് കൺസിഡറേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി അത് വന്നു. ഇനി പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വരണം. എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് വിടാതെ ഞാൻ എത്തിച്ചു തന്നിരിക്കും. നമ്മുടെ കൂടെ കുടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്തു കൂടെ കുടിക്കും. അതുപോലെ റൈറ്റ് ടു ഫാമിലി ലൈഫ്. The government is currently reviewing how to write to a family life contained in Article 8 European Convention on Human Rights. അതെന്തൊക്കെയോ പറയുന്നുണ്ട്. ലാസ്റ്റ് മന്ത് എറ്റി കൂപ്പർ BBC നമുക്കറിയാം ഇപ്പോൾ ഇവിടെ കൊണ്ടുവരാനുള്ള ഇനിയിപ്പോൾ കെയറേഴ്സിൻ്റെ കാര്യങ്ങൾ അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഊഹിക്കുകയാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ എന്നൊന്നും പറയരുത്. എന്നാലും ഈ റൈറ്റ് ടു ഫാമിലി ലൈഫ് എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ UK കെയറേഴ്സിന് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു ആസ്പദമാക്കിയിട്ട് ഇനി ഈ ഫാമിലിയെ കൊണ്ടുവരാൻ അനുവദിച്ചാകും ഏത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഉറപ്പാണ്. കുറച്ച് കാതലായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ വരുന്നുണ്ട്. വർക്ക് വിസ, സ്റ്റഡി വിസ, ഗ്രാജുവേറ്റ് റൂട്ട്, അതിൻ്റെ കാര്യം ഇത് പറഞ്ഞിട്ടില്ല. BBC ഗ്രാജുവേറ്റ് റൂട്ട്, അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്യുക. എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് BBC വന്നു, നിങ്ങൾക്ക് ഷെയർ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇത്ര മാത്രം പറഞ്ഞാൽ മതി. കാണാം.